ഇന്നത്തെ സമഗ്ര റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 1 വയസ്സുള്ള കുഞ്ഞ് കുഴഞ്ഞു വീണു മരിച്ച സംഭവത്തിൽ പിതാവ് കുറ്റം സമ്മതിച്ചു. പോലീസ് ചോദ്യം ചെയ്യലിനിടെയാണ് നെയ്യാറ്റിൻകര കവളാംകുളം സ്വദേശിയായ ഷിജിൻ കുറ്റം സമ്മതിച്ചത്. കുഞ്ഞിനെ മടിയിലിരുത്തിയ ശേഷം കൈമുട്ടുകൊണ്ട് അടിവയറ്റിൽ ഇടിച്ചു എന്നാണ് പിതാവിന്റെ മൊഴി. ഷിജിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. മേഘന മുരളി വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് മേഘന, ഏതാണ്ട് 2-3 തവണയായി പല ഘട്ടങ്ങളിൽ ഈ പ്രതിയെ ചോദ്യം ചെയ്തതാണ്. ഇയാൾ വളരെ ബോധപൂർവം തന്ത്രപരമായി ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ഒരു കുറ്റം ഒളിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുവെന്ന് അന്നേ പോലീസിന് സംശയമുണ്ടായിരുന്നു. ഒടുവിൽ പോലീസിന്റെ തുടർച്ചയായ ചോദ്യം ചെയ്യലിൽ അയാൾ സമ്മതിച്ചു ആ കുരുന്നിനെ അയാൾ തന്നെ കൊന്നതാണെന്നല്ലേ? തീർച്ചയായും വിജയകുമാർ, അതിക്രൂരമായ കൊലപാതക വാർത്ത തന്നെയാണ് പുറത്തുവരുന്നത്. കുഞ്ഞിനെ മടിയിലിരുത്തിയ ശേഷം അടിവയറ്റിൽ കൈമുട്ടുകൊണ്ട് ഇടിച്ചു കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് ഈ പിതാവായിട്ടുള്ള ഷിജിൻ നൽകിയിട്ടുള്ള മൊഴി. അത് കഴിഞ്ഞ 3 ദിവസമായി മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇപ്പോൾ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാതാവിനെ ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയക്കുകയും ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഈ നെയ്യാറ്റിൻകരയിലെ കുരുന്നിന്റെ വീട്ടിന്റെ പരിസരത്താണ്. മാതാവുമായി സംസാരിച്ചു. അതിൽ മാതാവ് പ്രധാനമായും പറയുന്നത് ഇവർക്ക് ഇപ്പോൾ മാധ്യമങ്ങളുമായി സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഈ മാതാവിന് ഇതിൽ പങ്കില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇതറിയില്ലായിരുന്നു, പിതാവിന് കുട്ടിയോടൊരു ഇഷ്ടക്കേടുണ്ട് എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു എന്നുള്ളതാണ് മാതാവായിട്ടുള്ള കൃഷ്ണപ്രിയ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, സംസാരിച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഈ ഒരു കൊലപാതക ശ്രമം ഉണ്ടാകുന്നത്. അത് ബിസ്ക്കറ്റ് കഴിച്ച ശേഷം കുഞ്ഞ് കുഴഞ്ഞു വീണു എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസിന് ഈ അമ്മയടക്കം നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത്. പക്ഷേ പിന്നീട് ഈ കുഞ്ഞിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പൊട്ടലാണ് ഈ ഒരു വഴിത്തിരിവിലേക്ക് എത്തിയത്. കയ്യിലുണ്ടായിരുന്ന പൊട്ടൽ എപ്പോൾ ഉണ്ടായതാണെന്ന് ചോദിച്ചപ്പോൾ അത് കഴിഞ്ഞ ആഴ്ച എന്നുള്ളതായിരുന്നു ഇവരുടെ മൊഴി എന്ന് പറയുന്നത്. പിന്നീട് ഡോക്ടർ അടക്കം അങ്ങനെയല്ല എന്നുള്ള കാര്യം മൊഴി നൽകി. അങ്ങനെയാണ് പിതാവിലേക്ക് ഈ ഒരു സംശയ നിലയിൽ എത്തുകയും ചെയ്യുന്നത്. അങ്ങനെ പിന്നീട് 3 ദിവസം മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇപ്പോൾ പിതാവ് കുറ്റം സമ്മതിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഫോറൻസിക് സർജന്റെ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് അടിവയറ്റിലെ ആന്തരിക സ്രാവം ഈ ഒരു കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ ഈ മരണത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. അത് അങ്ങനെ തന്നെയാണ്. അതായത് കൈമുട്ടുകൊണ്ട് അടിവയറ്റിൽ ഇടിച്ചത് മൂലമുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് ഈ കുഞ്ഞിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. എന്തായാലും പ്രതിയായിട്ടുള്ള ഷിജിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പോലീസ് അന്വേഷിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ മാതാവ് കൃഷ്ണപ്രിയക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ മാതാവ് അറിഞ്ഞുകൊണ്ടുള്ള ഒരു കൊലപാതക ശ്രമമായിരുന്നോ എന്നുള്ളതാണ്. അതുപോലെ കൈമുട്ടിനുണ്ടായിട്ടുള്ള ഒരു പരിക്ക്, കുഞ്ഞിന്റെ കൈക്കുണ്ടായിട്ടുള്ള ഒരു പരിക്ക്, അത് നേരത്തെ തന്നെ മുന്നേയും ഒരു കൊലപാതക ശ്രമത്തിന് ഈ പ്രതി ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇതിന് കാരണമായി പറയുകയും ചെയ്യുന്നത് ഭാര്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു സംശയം, അത് കുടുംബ ബന്ധത്തിലെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഭാര്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു സംശയമാണ് കുഞ്ഞിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. നേരത്തെ തന്നെ കുട്ടിക്ക് ഒരു ഇഷ്ടക്കേട്, പിതാവിന് കുട്ടിയോടൊരു ഇഷ്ടക്കേട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നു. ഇപ്പോൾ പിതാവ് അറസ്റ്റിലാണ്. വിജയകുമാർ, ഇയാളുടെ അറസ്റ്റ്, ഷിജിൻ എന്നാണ് അയാളുടെ പേര്, അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിദാരുണമായ ഒരു കൊലപാതകത്തിന്റെ വിവരങ്ങളാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പുറത്തു വരുന്നത്. മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. കണ്ണൂർ പയ്യന്നൂരിൽ CPM നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണവുമായി CPM ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ. ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് പയ്യന്നൂർ MLA TI മധുസൂദനൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ലക്ഷങ്ങൾ തട്ടി. തെളിവുൾപ്പെടെ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. അതേസമയം കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങൾ CPIM തള്ളി. പയ്യന്നൂരിലെ CPIM-നെ പിടിച്ചുലയ്ക്കുകയാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങൾ. ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്നും, പയ്യന്നൂരിലെ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ നിന്നും, തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ നിന്നും പയ്യന്നൂർ MLA TI മധുസൂദനൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ലക്ഷങ്ങൾ തട്ടിയെന്നാണ് ആരോപണം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫണ്ടിൽ വലിയ ഭാഗം പിരിക്കുന്നത് TI മധുസൂദനാണ്. അതിലാണ് കൃത്രിമം നടത്തിയത്. ഫണ്ട് പിരിച്ച റെസീറ്റ് മാറ്റിവെച്ച് കാണാതായി എന്ന് പറഞ്ഞ് സൊസൈറ്റി പ്രസിന്റെ പേരിൽ മറ്റൊരു സ്വകാര്യ പ്രസിൽ നിന്ന് വ്യാജ റെസീറ്റ് അച്ചടിച്ച് അതിൽ പുതുതായി റെസീറ്റ് മുറിച്ച്. പാർട്ടി പയ്യന്നൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായിരിക്കെ നടത്തിയ ഓഡിറ്റിംഗിലാണ് തട്ടിപ്പ് വിവരം പുറത്തു വന്നത്. ഇക്കാര്യം നേതൃത്വത്തെ അറിയിച്ചതിനു ശേഷവും ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും വി കുഞ്ഞികൃഷ്ണൻ. എന്ത് നടന്നു എന്നുള്ളത് നമുക്ക് അറിയില്ല. സ്വാഭാവികമായിട്ടും 20 കോടി രൂപയാണ് അതിനുവേണ്ടി മുടക്കിയത്. ജില്ലാ കമ്മിറ്റി നിശ്ചയിച്ച കമ്മീഷൻ വിലയിരുത്തിയത് ഈ 20 കോടി ഒരു മൃതമൂലധനമായി മാറിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇത് ജില്ലാ കമ്മിറ്റിയിൽ ഞാൻ ഉന്നയിച്ചപ്പോൾ അതിനും കമ്മീഷൻ വെച്ച് തെളിവ് ഹാജരാക്കിയില്ല എന്ന് പറഞ്ഞ് തള്ളുകയാണ് ചെയ്തത്.
കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങൾ CPM ജില്ലാ നേതൃത്വം തള്ളി. ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമെന്നും ധനാപഹരണം നടന്നിട്ടില്ലെന്ന് പാർട്ടി കണ്ടെത്തിയതുമാണെന്നാണ് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ പ്രതികരണം. തെറ്റുപറ്റിയെന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സമ്മതിച്ച കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ ശത്രുക്കളുടെയും കോടാലിക്കൈയായി പ്രവർത്തിക്കുകയാണെന്നും KK രാഗേഷ് പ്രസ്താവനയിൽ ആരോപിച്ചു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയുള്ള തുറന്നുപറച്ചിലിന് മറ്റുദ്ദേശങ്ങളില്ലെന്നും പാർട്ടിയെ കളങ്കപ്പെടുത്തുന്നവരെ ജനങ്ങൾ തിരിച്ചറിയണമെന്നും V കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. 24 കണ്ണൂർ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ജാമ്യം ലഭിച്ച പ്രതി മുരാരി ബാബു ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. 90 ദിവസമായിട്ടും അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്തതോടെയാണ് മുരാരി ബാബുവിന് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. ശബരിമല ദ്വാരകപാലക ശില്പങ്ങളിലെയും ശ്രീകോവിലിന് മുന്നിലെ കട്ടിളപ്പാളിയിലെയും സ്വർണം കവർന്ന കേസുകളിൽ ഒക്ടോബർ 21-ന് മുരാരി ബാബു അറസ്റ്റിലായിരുന്നു. 90 ദിവസത്തിന് ശേഷമാണ് ജാമ്യം. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്നാണ് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ആദ്യ പ്രതിയാണ് മുരാരി ബാബു. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ നിന്ന് രാത്രി 8:45 മുരാരി ബാബു പുറത്തിറങ്ങി. ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിന്റെ പകർപ്പെത്താൻ വൈകിയിരുന്നു. അഭിഭാഷകൻ അഡ്വക്കേറ്റ് സജികുമാർ ചങ്ങനാശ്ശേരിക്കൊപ്പം മുരാരി ബാബു വീട്ടിലേക്ക് മടങ്ങി. കോടതി ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് സ്വാഭാവികമായ ജാമ്യമാണ്. അന്വേഷണ റിപ്പോർട്ട് 90 ദിവസത്തേക്കകം കോടതിയിൽ SIT ഫയൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് പ്രതിക്ക് ഉള്ള ഒരു അവകാശത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ജാമ്യമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. കർശന ഉപാധികളോടുകൂടിയാണ് ഈ ജാമ്യം ഇപ്പോൾ കോടതി അനുവദിച്ചിട്ടുള്ളത്. ഈ കേസിൻ്റെ ട്രയലിൽ മുരാരിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വാസം. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും രണ്ടാമത്തെ കേസിൽ റിമാൻഡിലായതിനാൽ പുറത്തിറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അതേസമയം തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് നീട്ടി. 14 ദിവസത്തേക്കാണ് നീട്ടിയത്. ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ ജനുവരി 18-ന് പരിഗണിക്കും. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് സ്ഥിരീകരിച്ച് പ്രത്യേക അന്വേഷണ സംഘം. ദ്വാരപാലക ശില്പക്കേസിലും കട്ടിളപ്പാളി കേസിലും തന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകളും മൊഴിയും SITക്ക് ലഭിച്ചു. തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിൽ സ്വർണ്ണക്കൊള്ളയിലെ ബന്ധം കണ്ഠരര് രാജീവര് ഭാഗികമായി സമ്മതിച്ചു. റിമാൻഡിലായ ശേഷം തന്ത്രി കണ്ഠരര് രാജീവരെ ഇന്നലെയാണ് SIT ചോദ്യം ചെയ്തത്. തന്ത്രിയുടെ അറസ്റ്റിന് ശേഷം ചെങ്ങന്നൂരിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിർണായക രേഖകൾ ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു. ഇവയിൽ കൂടുതൽ അന്വേഷണം നടത്തിയ ശേഷം തെളിവുകൾ നിരത്തിയായിരുന്നു ഇന്നലത്തെ ചോദ്യം ചെയ്യൽ. പിന്നാലെയാണ് തന്ത്രി കണ്ഠരര് രാജീവർക്ക് സ്വർണ്ണക്കൊള്ള അറിയാമായിരുന്നു എന്ന് കണ്ടെത്തിയത്. ദ്വാരപാലക ശില്പക്കേസിലും കട്ടിളപ്പാളി കേസിലും തന്ത്രിക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് SIT സ്ഥിരീകരിച്ചു. SITക്ക് ഇത് സംബന്ധിച്ച തെളിവുകളും മൊഴികളും ലഭിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യലിൽ ഭാഗികമായി സ്വർണ്ണക്കൊള്ള സമ്മതിച്ചിട്ടുമുണ്ട്. 2019-ൽ തന്ത്രി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. തന്ത്രിയുടെ സംസ്ഥാനത്തിന് പുറത്തെ സാമ്പത്തിക ഇടപാടുകളിലും സംശയങ്ങളുണ്ട്. ഇവയിൽ വിശദമായ തുടരന്വേഷണം നടത്താനാണ് തീരുമാനം. തന്ത്രിയുടെ ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി 28-നാണ് പരിഗണിക്കുന്നത്. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDFന് കുരുക്കായി കൂടുതൽ ചിത്രങ്ങൾ പുറത്ത്. UDF കൺവീനർ അടൂർ പ്രകാശ് എംപിയും മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ബംഗളൂരുവിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളാണ് പുറത്തു വന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്നും ബംഗളൂരുവിൽ വെച്ച് കണ്ടിട്ടുണ്ട് എന്നും അടൂർ പ്രകാശ് സമ്മതിച്ചു. കരുതിക്കൂട്ടി തയ്യാറാക്കിയ കാര്യങ്ങളാണ് പുറത്തു വന്നതെന്നും അതിന് പിന്നിൽ കോൺഗ്രസിനുള്ള ആളുകളും ഉണ്ടാകാമെന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടൂർ പ്രകാശുമായി അടുത്ത ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അടൂർ പ്രകാശിന് ഉപഹാരം സമ്മാനിക്കുന്ന ചിത്രത്തിലുണ്ട്. ബംഗളൂരിൽ വെച്ചുള്ള കൂടിക്കാഴ്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളായ രമേശ് റാവുവും അനന്ത സുബ്രഹ്മണ്യവും ഒപ്പമുണ്ട്. 2019-ൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ദ്വാരപാലക ശില്പപാടികൾ ഏറ്റുവാങ്ങിയത് അനന്ത സുബ്രഹ്മണ്യമായിരുന്നു. കൂടിക്കാഴ്ചയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയതും അടൂർ പ്രകാശ് സ്ഥിരീകരിച്ചു. കൊള്ളസംഘത്തിലുള്ള ആളെന്ന് അറിഞ്ഞല്ല കൂടിക്കാഴ്ചയും വീട്ടിലെ സന്ദർശനമെന്നും അടൂർ പ്രകാശിന്റെ വിശദീകരണം. നേരത്തെ ഇയാൾ ഇവിടെയുള്ള ആളാണെന്നോ ഇയാൾ ഏത് തരത്തിലുള്ള ഈ കൊള്ളസംഘക്കാരനാണെന്നോ ഒന്നും ഞാൻ അറിഞ്ഞുകൊണ്ടല്ലോ. എൻ്റെ ഓർമ്മ എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകളുടെ എന്തോ ചടങ്ങ്, അതാണ് ഈ വെഞ്ഞാറമൂട്ടി ഞാൻ പോയി എന്ന് പറയുന്നത്. വെഞ്ഞാറമൂട്ടി പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻവിറ്റേഷനാണ് തന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. തനിക്കെതിരെ സെറ്റ് ചെയ്ത കാര്യങ്ങളാണ് പുറത്തു വന്നതെന്നും അടൂർ പ്രകാശ്.
കോൺഗ്രസിനുള്ളിലെ ആളുകളുമാകാം ഇതിന് പിന്നിൽ. പലപ്പോഴും ഇത് അനുഭവിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ കോൺഗ്രസിനുള്ളിലുള്ളവരുമുണ്ട്, അല്ലാതുള്ളവരുമുണ്ട് എന്ന് ഞാൻ പറയേണ്ടതായിട്ടുണ്ട്. ഞാനതിനെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഫോട്ടോ എടുത്ത് എല്ലാവരും പ്രതികളാകുമോ എന്നാണ് വിവാദത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ പ്രതികരണം. ഇത് ഗവൺമെന്റ് ഭരിക്കുമ്പോൾ LDFന്റെ ദേവസ്വം ബോർഡ് ഉള്ളപ്പോൾ LDF ഗവൺമെന്റ് ഉള്ളപ്പോൾ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയല്ലേ? അതിനെന്താ ബാക്കിയുള്ളവരെ കണക്ട് ചെയ്യുന്നത്? അവർക്ക് എന്താ ബന്ധമുള്ളത്? ഇന്നലെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. 24 തിരുവനന്തപുരം. മന്ത്രി സജി ചെറിയാന്റെയും AK ബാലന്റെയും വർഗീയ പരാമർശങ്ങളിൽ CPIക്ക് അതൃപ്തി. പരാമർശങ്ങൾ ഇടതുപക്ഷ സ്വഭാവത്തിന് ചേർന്നതല്ല എന്നും മുസ്ലിം വിരോധം ഉൽപ്പാദിപ്പിക്കുന്ന പരാമർശം വിലക്കണമെന്നും CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആവശ്യമുയർന്നു. ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഈ വിഷയത്തിൽ CPI നേരത്തെ വലിയ പരസ്യ പ്രതികരണമൊന്നും CPI നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. പക്ഷേ ഇക്കാര്യത്തിൽ CPIക്ക് കടുത്ത നിലപാടുണ്ട് എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ചർച്ചകൾ വ്യക്തമാക്കുന്നുണ്ടല്ലേ? വിജയകുമാർ, ഇന്ന് ചേർന്ന CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പൊതു രാഷ്ട്രീയ സ്ഥിതികളുടെ അവലോകനം നടക്കുമ്പോഴാണ് AK ബാലന്റെയും മന്ത്രി സജി ചെറിയാന്റെയും വർഗീയ പരാമർശങ്ങൾക്കെതിരെ വിമർശനം ഉയർന്നത്. ഇടതുപക്ഷ നേതാക്കൾക്ക് ചേർന്ന പ്രതികരണമല്ല AK ബാലനിൽ നിന്നും അതോടൊപ്പം തന്നെ മന്ത്രി സജി ചെറിയാനിൽ നിന്നും ഉണ്ടാകുന്നത് എന്ന വിമർശനമാണ് പൊതുവിൽ ഉയർന്നത്. മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടവരാണ് കമ്മ്യൂണിസ്റ്റുകാർ, എന്നാൽ അതിന് നിരക്കാത്ത പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. ഇത് തീർത്തും മുസ്ലിം വിരോധം ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ്. ഈ പ്രതികരണങ്ങൾ അവസാനിപ്പിച്ചേ മതിയാകൂ. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ CPI ഇത് പരസ്യമായി ആവശ്യപ്പെടാനോ ഇതിനോട് പ്രതികരിക്കാനോ പോകേണ്ടതില്ല എന്ന ധാരണ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായി. എന്നാൽ ഇത് പരിധി വിടുകയാണെങ്കിൽ, ആവർത്തിക്കുകയാണെങ്കിൽ CPI ആ ഘട്ടത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്ന അഭിപ്രായവും യോഗത്തിൽ ഉയർന്നു. എന്തായാലും ഈ AK ബാലന്റെയും സജി ചെറിയാന്റെയും വർഗീയ പരാമർശങ്ങൾ CPIക്ക് കടുത്ത അതൃപ്തിയുണ്ട്. ഈ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ സങ്കീർണത പരിഗണിച്ച് പരസ്യമായി പറയുന്നില്ലെന്ന് മാത്രം. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് ഈ വിമർശനങ്ങളും ഈ ആവശ്യവും ഒക്കെ ഉയർന്നത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. സംസ്ഥാനത്തെ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി. അഴിമതിയും വികസന വിരോധവും നയമാക്കിയ LDF UDF മുന്നണികളെ തൂത്തെറിയണമെന്നും BJP സർക്കാരിനെ തെരഞ്ഞെടുക്കാൻ ശരിയായ അവസരമാണിത് എന്നും നരേന്ദ്രമോദി പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കാരെ ജയിലിലടയ്ക്കുമെന്ന് പ്രഖ്യാപിച്ച മോദിയുടെ പ്രസംഗത്തിൽ പക്ഷേ ഒരിടത്തും തിരുവനന്തപുരം നഗരത്തിനു വേണ്ടിയുള്ള വികസന പദ്ധതികൾ ഉണ്ടായില്ല. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള കൃത്യമായ രാഷ്ട്രീയ പ്രസംഗമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുത്തരിക്കണ്ടം മൈതാനിയിൽ നടത്തിയത്. LDFനെയും UDFനെയും വിമർശിച്ച മോദി വികസിത ഭാരതത്തിൽ കേരളം അവിഭാജ്യ ഘടകമാണെന്ന് എടുത്തു പറഞ്ഞു. വികസിത കേരളത്തിന് ഡബിൾ എഞ്ചിൻ സർക്കാർ കൂടിയേ തീരുവെന്ന് പറഞ്ഞ മോദി BJPയെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യകതയും ഊന്നി പറഞ്ഞു. अब केरला को नई पॉलिटिक्स चाहिए, केरला को विकसित बनाने के लिए अब BJP को डिसाइसिव मैंडेट चाहिए. कांग्रेस आज माओवादियों से ज्यादा कम्युनिस्ट और मुस्लिम लीग से भी ज्यादा कम्युनल हो गई है. MMC यानी मुस्लिम लीगी माओवादी कांग्रेस कहा जा रहा है. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഉന്നയിക്കുന്ന പ്രധാന വിഷയങ്ങൾ വികസന മുരടിപ്പും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിരിക്കുമെന്നതിന്റെ വ്യക്തമായ സൂചനയും മോദിയുടെ പ്രസംഗത്തിലുണ്ട്. अब यहाँ गोल्ड के चोरी होने की खबरें आ रही है. मंदिर में से, भगवान के पास से गोल्ड की चोरी, सोने की चोरी. मैं एक बात स्पष्ट कहना चाहता हूं, यहां BJP सरकार बनते ही आरोपों की पूरी जांच होगी और दोषियों की जगह जेल में होगी और ये मोदी की गारंटी है. എന്നാൽ തിരുവനന്തപുരം നഗരസഭയുടെ വികസന രേഖ അവതരിപ്പിക്കുന്ന BJPയുടെ വാഗ്ദാനം പ്രധാനമന്ത്രി നടപ്പാക്കിയില്ല. തിരുവനന്തപുരത്തെ രാജ്യത്തിനാകെ മാതൃകയാക്കുന്ന നഗരമായി മാറ്റുമെന്നും അതിന് പിന്തുണ നൽകുമെന്നും മാത്രമാണ് പ്രധാനമന്ത്രി പ്രസംഗിച്ചത്. പ്രത്യേക പദ്ധതി പ്രഖ്യാപിക്കാത്തത് വാഗ്ദാന ലംഘനമാണെന്ന വിമർശനം ഉയർന്നു കഴിഞ്ഞു. 24 തിരുവനന്തപുരം.
അതേസമയം പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി. കോൺഗ്രസിന്റെയും UDF-ന്റെയും മതേതര കാഴ്ചപ്പാടിന് മോദിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന് VD സതീശൻ. കേരളത്തിന്റെയും മുസ്ലിം ലീഗിന്റെയും ചരിത്രം പ്രധാനമന്ത്രി പഠിക്കണമെന്ന് KC വേണുഗോപാൽ. കേരളത്തിനുള്ള കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചതിൽ പ്രധാനമന്ത്രിയുടെ ചോദ്യങ്ങളുമായി സമൂഹ മാധ്യമങ്ങളിൽ കേരള ആസ്ക് മോദി ക്യാമ്പയിനും തുടങ്ങി. വർഗീയത മാത്രം വിളമ്പാനായിട്ടൊരു പ്രധാനമന്ത്രി വരുന്നത് അങ്ങേയറ്റം നാണക്കേടാണ്. കേരളത്തിന്റെ ചരിത്രം ആദ്യം പ്രധാനമന്ത്രി പഠിക്കണം. കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ചരിത്രവും പഠിക്കണം. BJP-യിലെ ഗ്രൂപ്പിസമാണോ മേയറെ ഒഴിവാക്കിയതിന് പിന്നിൽ, അതോ VV രാജേഷിനോടുള്ള വ്യക്തിപരമായ വിരോധമാണോ എന്ന് അറിയില്ല. ഞങ്ങൾക്ക് ഈ 15 ദിവസം കൊണ്ട് സമൂഹത്തിൽ നിന്ന് ചർച്ച ചെയ്ത് സമാഹരിക്കാൻ പറ്റിയ കാര്യങ്ങൾ അടങ്ങുന്ന ഒരു ഡ്രാഫ്റ്റാണ് കൊടുത്തത്. ഇനിയും ഈ കോൺക്ലേവുകളൂടി കഴിയുമ്പോഴാണ് അതിന്റെ ഏകദേശം പൂർണ്ണ രൂപമാകുന്നത്. കേരളത്തിന്റെ വികസനത്തിന് കേന്ദ്രം ഒപ്പമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവനന്തപുരത്ത് വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി 4 പുതിയ ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരളത്തിന്റെ ബാക്കിയുള്ള ആവശ്യങ്ങൾ കൂടി അംഗീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. പാലക്കാട് മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ മങ്കടമലയിൽ വൻ തീപിടുത്തം. വൈകിട്ട് 5 മണിയോടെയാണ് തീ പിടിച്ചത്. തീ അണയ്ക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഐഷത്തുൽ ഷംന വിവരങ്ങൾ നൽകും. ഷംന, കഴിഞ്ഞ വർഷവും ഈ മേഖലയിൽ തീപിടുത്തമുണ്ടായി. 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് തീ നിയന്ത്രണ വിധേയമായത്. സമാന സാഹചര്യമാണോ അവിടെ? തീർച്ചയായും വിജയകുമാർ, വലിയ രീതിയിലാണ് ഇപ്പോഴും തീ ആളിപ്പടരുന്നത്. വൈകിട്ട് 5 മണിയോടുകൂടിയാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽ ഇത്തരത്തിൽ ഈ മലയിൽ തീ പടരുന്നതായി കാണുന്നത്. ഉടൻ തന്നെ ഈ അധികൃതരെ വിവരം അറിയിച്ചെങ്കിൽ പോലും വളരെ ഉയരം കൂടിയ ഒരു മലയാണ്. ഒപ്പം തന്നെ സൈലന്റ് വാലിയോടൊക്കെ ചേർന്നുള്ള ഒരു മലപ്രദേശമാണ്. അവിടെ കയറി തീ അണയ്ക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ഇതുവരെയും തീ അണയ്ക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല എന്നതാണ് സാഹചര്യം. എന്തായാലും വൈകിട്ട് 5 മണിയോടുകൂടിയായിരുന്നു പാലക്കാട് മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ മങ്കടമലയിൽ ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. ഈ കഴിഞ്ഞ വർഷവും ഇതേ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. സമാനമായി തന്നെയാണ് ഇപ്പോഴും ആ മലയിൽ തീ പടർന്നുകൊണ്ടിരിക്കുന്നത്. വിജയകുമാർ. ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്. ന്യൂസിലാൻഡിനെതിരായ 2ാം T20 ഇന്ത്യ ജയിച്ചു എന്നൊരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ന്യൂസിലാൻഡിനെ 7 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. 209 റൺസ് വിജയലക്ഷ്യം. 28 പന്ത് ബാക്കി നിൽക്കെ ഇന്ത്യ മറികടന്നു. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.